അമ്മമ്മേ ആ ഇവിടെയല്ലേ വീട്? ഇതാ വീട്? ആ എന്താ മക്കളെ? അമ്മമ്മ വരൂ. അമ്മമ്മക്ക് ചായപ്പൊടി ഇത് പഞ്ചാര വേറെ ആരല്ല അമ്മമ്മക്ക് കൂടെ? അപ്പൊ എങ്ങനെയാ കഴിയുന്ന ഭക്ഷണം? എവിടെ വെക്കട്ടെ? 5 കിലോ ഞാൻ കാലത്തോട്. സുഖാണല്ലേ? അപ്പൊ ഇത് ഭക്ഷണക്കാരുണ്ടാക്കി തരാ? അപ്പൊ അത് ചായയും പലഹാരം കഞ്ഞൊക്കെ കൊണ്ടാക്കി ഞാൻ വെക്കാൻ പറ്റില്ല. മക്കളൊക്കെ ഞാൻ മോനെ കണ്ടപ്പോ ഇറങ്ങിയതാ. കുട്ടിക്ക് എത്ര കുട്ടികള്? രണ്ടാള്. രണ്ട്. ഒരു പാണ് ഒരു പെണ്ണ്. ഇത് മകൻ. പോട്ടെ. വേറെ ആരാണ്? വേറെ ആരാണ്? ഗ്രില്ല്. ആ അമ്മക്കുള്ളത് നമുക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നാ. പക്ഷേ എനിക്കൊരാളെ ഏൽപ്പിച്ചതാണ് സ്ഥാപനത്തിൽ കൊടുക്കുന്നത്. പേടിക്കുന്നു വേണ്ട, വിലയും പൈസ വേണ്ട. ചേച്ചി ഒരു മിനിറ്റ് തരാൻ വേണ്ടിയിട്ട് ഇന്നൊരാളെ ഏൽപ്പിച്ച. ഞാനേ കുറച്ച് പാവപ്പെട്ടവർക്ക് അരി കൊടുക്കണം വിചാരിച്ചിട്ട് കൊണ്ടുവന്നു. അപ്പൊ ചേച്ചി നമുക്ക് നിൽക്കില്ല. കാലത്തോട് വണക്കം സന്തോഷമുണ്ട്. ശരി ശരി പിന്നെ അതും വെച്ചു. പിന്നെ നന്ദിയുണ്ട്. എപ്പോഴും നമുക്ക് കാണാം കേട്ടോ. നന്നായി വരട്ടെ, കോടീശ്വരനാവട്ടെ. പ്രാർത്ഥിക്കണം. ശരി അപ്പൊ കേട്ടോ. അപ്പൊ വണക്കം മേഖല അങ്ങനെ ചെയ്യുന്നത് കൈ. ചേച്ചിക്ക് എന്താ പണി? ഞാന് കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്നു. ഇപ്പൊ വയ്യാത്ത കാരണം പോണില്ല. ഇത് എന്നാ വിധത്തിൽ ഏൽപ്പിക്കുന്നതാ? ആൾക്കാരെ കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റും. ശരി, പ്രാർത്ഥിക്കണം. എന്താ പണി? മകനാ? മകനാ? എന്നാ നിനക്ക് നീയല്ലേ വീടിന്റെ ആള്? നിങ്ങളുടെ 3 ആളാ? അമ്മാവക്ക് കൈ നിറച്ചിട്ടുണ്ട്. അമ്മാവക്ക് കൈ നിറച്ചിട്ടുണ്ട്.
പ്രാർത്ഥിക്കണം കേട്ടാ. ഞാൻ വിചാരിച്ചു ഹോളിന്ന് വന്നാന്നാ. ഇവര് ബന്ധുക്കൂട്ടുകാരാണ്. ആ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാന്ന് ഓർത്ത് അതിനിപ്പോ അതിന്റെ പേരമക്കളൊക്കെ കൂടി തല്ലി എവിടെ വീട്? എവിടെ വീട്? വീട് എവിടെ അറിയൊന്നും വേണ്ട. ആ ശരി. എന്റെ മകന്റെ മക്കളെ കല്ലി അടിച്ചിട്ട് വീട്ടിൽ വന്നിരുന്ന കല്ലിയത് എത്ര നേരം. ഇവര് പട്ടിക്കാട്ടുള്ളതാ. ശരി പോട്ടെ. ഞാൻ വിചാരിച്ചു ഹോളിന്ന് വന്നായിരിക്കുന്ന വിചാരിച്ചത്. മകന്റെ മക്കളെ തല്ലിന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഹോളിന്ന് വന്നാണെങ്കിൽ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയാന്ന് ഓർത്താ ഞാനും കൂടി വന്നത്. എന്താ മകന്റെ മക്കളെന്താ? മകനും മരുമോളും ഇവിടെ ഇല്ല. അവര് ഉപദ്രവിക്കോ? ആ മകന്റെ മക്കള്? മകനോ? മകനിവിടെ ഇല്ല. നിങ്ങളെ നോക്കും അന്വേഷിക്കൊന്നുമില്ല. അപ്പൊ അതിന് വീട്ടിൽ വന്നിരുന്ന കുറെ കാര്യം പറയാൻ ചെയ്തു. അപ്പൊ ഞാൻ എന്നിട്ട് ഇനി ഹോളിന്ന് വന്നാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോട്ട് വന്നാ ഞാന് നിങ്ങളെ നോക്കും അന്വേഷിക്കുകയും ചെയ്തൊന്നുമില്ല. അതിന് ഒരു വിവരക്കുറവാ. അതുകൊണ്ട് ഞാനും മരുമകളെ അത്ര ചേർത്തില്ല. അങ്ങനെ പട്ടിക്കാട്ടാണോ ഞാൻ മണ്ണെത്തി. മണ്ണൂട്ടിയാ? അതൊന്നും വേണ്ട. ഞാൻ വേറെ ആൾക്കാരാണോ? അല്ല അല്ല, ഞങ്ങള് വേറെ അവിടുത്തെ കാർവ് ഞാൻ പറഞ്ഞു വിട്ടു. അവര് മറ്റേ നമുക്ക് എവിടെ പണി? ഞാൻ സൗദിയിലാ. ഓക്കെ, പിരിവിന് വന്നത്. ഹെൽപ്പ് സഹായം. മനസ്സിലായി. ഇതെങ്ങനെ കൊണ്ടുപോവാ? ഞാൻ കൊണ്ടുവച്ചാ ഞാൻ പിടിക്കാം. മോളുടെ വിടാ ഇതാ ഇതല്ല അത് തന്നെ അവര് കൊണ്ടുപോകല്ലേ? കൊണ്ടുപോകോളൂ. പിന്നെ ആദ്യം മക്കൾ കൊണ്ടു. നിങ്ങൾ ഞാൻ കൊണ്ടുപോകുന്ന നിങ്ങൾ വീട് പോയി കണ്ടോ? അതെ, അത് നല്ല കാര്യമല്ല. പതുക്കെ വന്നാ മതി. അല്ല ഇതിലൊക്കെ നടക്കുമ്പോ സൂര്യനോ എങ്ങനെ നടക്കുന്ന കഴിച്ചാ കഴിച്ചാ ശരിയാവട്ടെ. നമുക്കങ്ങനെ സഭയൊന്നുമില്ല, എല്ലാവരും ഒരു സഭയാ. അമ്മയ്ക്കല്ലാട്ടാ, അമ്മാമക്ക് കൊറേ ദിവസം അടിപൊളിയാക്കിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കും. അമ്മാമ ചീത്തൊന്നും പറയണ്ടേട്ടാ. ഇവര് ചീത്തൊന്നും പറയില്ല. ഇവര് നല്ല കുട്ടികളല്ലേ? ഇവര് നിങ്ങളൊക്കെ നല്ല കുട്ടികളാന്ന് പറഞ്ഞു. അമ്മാമനെ കൊണ്ടുപോയിക്കോ. അമ്മാമനെ കൊണ്ടുപോകാ. ശരി അപ്പനോ? അപ്പിച്ചില്ലേ? അപ്പച്ചി മരിച്ചു കഴിഞ്ഞു. അപ്പനറിയാം. ശരി. പ്രാർത്ഥിക്കണം എപ്പോഴും. കൊടുത്തോളാം. അമ്മയുടെ ഒരു മോളുണ്ട്, ബുദ്ധിയില്ലാത്തൊരു പെണ്ണില്ലേ, അതുകൊണ്ടേ. അപ്പൊ അതിന് ഞാൻ തന്നോളാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പൈസ ഒന്നും തരാനില്ല. ഞാനും കെട്ടിയാൻ ഇട്ടിട്ട് പോയിട്ട് 2 മക്കളുമായിട്ട് ജീവിക്കുന്നത്. അപ്പൊ പഞ്ചായത്തിൽ നിന്ന് വീട് പാസ്സായിട്ട് ഒരു വീടൊക്കെ പണിത് താമസിക്കുക. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ചോറും കറിയൊക്കെ ഞാൻ ചായയും തന്നോളാം, നിങ്ങൾ 2 പേരും ഇവിടെ വാ. ഞാൻ അവിടെ കൊണ്ട് തരൂല്ല, പൈസയും തരികയായിരുന്നു. അവിടെ അവന് ചെറുപ്പക്കാരൻ ചെറുക്കനാ, 3 മക്കളുണ്ട്. കെട്ടിയോളും ചെറുപ്പം. അവരെവിടെയും പോകൂല, സമ്പാദിക്കൂല, കൊടുക്കൂല, നോക്കൂല, ഒന്നുമില്ല. പള്ളിന്നല്ല, ഇത് എന്നെ ഓരോരുത്തരെ ഏൽപ്പിക്കണതാ. ഞാൻ ലീവിനൊക്കെ വരുമ്പോഴേ ഞാൻ അങ്ങനെ ചെയ്യണതാണ്. അപ്പൊ അതിന്റെ കൂടെ അവരെയും തരും. അപ്പൊ കൊടുക്കാൻ പറ്റും. എവിടെ വീട്? വീട് മണ്ണത്തി. ശരി, ഇവൻ പഠിക്കാം നന്നായിട്ട് പഠിക്കണം. അപ്പൊ നല്ല നല്ല ജോലി കിട്ടും. അപ്പൊ അവനെ കണ്ടപ്പോ ഞാൻ ഇറങ്ങിയതാ. ഇത് അപ്പുറത്തിനുള്ളതാ. തൊടാനാ പിന്നെ ഞാൻ കുളിക്കേണ്ടി വരും.
അമ്മാമ്മയുടെ ഇല്ല വരാം. അമ്മാമ്മയുടെ വീടുണ്ട പതുക്കാൻ മതി. ശരിക്കോട്ടെ മാമ, പ്രാർത്ഥിക്കണം. ഒരു വീട് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരാം. എന്ത് ഇതെന്നെ ഓരോരുത്തരെ ഏൽപ്പിക്കണതാ അതെ നിങ്ങൾക്ക് തരാൻ വേണ്ടിട്ട്. അപ്പൊ അവർക്കത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് വെറുതെ സഹായം ചെയ്യുന്നത് അല്ലേ? വെറുതെ അല്ല, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം, അതെ നമുക്ക് നല്ലത് വരാം. ഇതുപോലെ ഇനിയും തരാൻ പറ്റാൻ വേണ്ടിട്ട് ആ ഓരോ പ്രാവശ്യം കൂടുതൽ നിങ്ങൾക്ക് ഇങ്ങനെ പാവങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ഞങ്ങളെ ആൾക്കാർ സഹായിക്കുന്നുണ്ട്. ഉവ്വല്ലേ? ആ അത് കൂടുതൽ. എന്താ പണി? ഒന്നിനും പോണില്ല, എന്ത്? സുഖമില്ലാത്തതാണ്, അതെ അതെ. അത് പ്രഷറുണ്ട്. ആ അപ്പൊ എങ്ങനെയാ കാര്യങ്ങളൊക്കെ നടക്കുക? നടക്കുക ഈ റേഷൻ അരി 1 രൂപയുടെ അരി കിട്ടും. ഞാൻ വീട്ടിലുള്ള കാരണം 1 രൂപയുടെ അരി കിട്ടും. പിന്നെ ഒരു മകളുള്ള അവളെ കല്യാണം കഴിച്ചു. അവരെന്തെങ്കിലുമൊക്കെ സഹായിക്കില്ല? സഹായിക്കും പറഞ്ഞാണ് അവര് മാറ്റന്മാരല്ലേ. ആ കേട്ടത്. അതായത് എന്തെങ്കിലും ചെറിയൊരു ചേരുന്നില്ല ഇതിന്റെ കൂടെ എന്തെങ്കിലും? അപ്പൊ അത് കാരണം അച്ഛനില്ല. എന്താ അസുഖം? പ്രഷർ. പണിക്ക് പോകാൻ പറ്റില്ല? പറ്റില്ല. അപ്പൊ ഭയങ്കര ക്ഷീണം. കൊറേ അധ്വാനിച്ചിട്ടുള്ളത്, അത് കാരണം ഇപ്പൊ എവിടേക്കും പോണില്ല. ഉള്ളതുപോലെയൊക്കെ ഇത്തിരി പൈസയും കൊണ്ടും സ്വർണം കൊണ്ട് ഇത്തിരി കുറവ് വന്ന് മാത്രം നമ്മുടെ സ്ഥലം ഉണ്ട്. അപ്പൊ അതിന് കട അയച്ചിട്ടില്ല. അവൾക്ക് ഇത് കാണിച്ച് കെട്ടിച്ചു കൊടുത്തിട്ടില്ല, എഴുതി കൊടുത്തിട്ടില്ല. അപ്പൊ വിശ്വസിക്കാൻ പറ്റില്ല, വന്ന ആണുങ്ങളെ എങ്ങനെയാന്ന് അറിയില്ല. 4 കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട്. ഇത് ഇങ്ങനെ എഴുതിയാൽ മതി, മരണശേഷം മകൾക്ക് അങ്ങനെ എഴുതി വെച്ചാൽ മതി. അങ്ങനെ വെച്ചാൽ മതി. അതല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ എഴുതി കൊടുത്തതിന് ശേഷം പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ മാറും. പിന്നെ അവർക്ക് തോന്നും നിങ്ങളൊരു വേറെ വീട്ടിൽ കൊണ്ടാക്കാം, ഇത് വിൽക്കാം, അങ്ങനെയൊക്കെ തോന്നും. പിന്നെ അവര് വിചാരിച്ചത് നടക്കാണ്ടാവുമ്പോ നമ്മളും എത്തിക്കും. അതിനേക്കാൾ നല്ലത് മരണം വരെ ആർക്കും വിൽക്കാൻ പാടില്ല, മരണശേഷം ഇത് എനിക്ക് എന്താണ്ട് ഒരു കുഴപ്പമില്ല. കാലശേഷം അവർക്ക് തൊടാൻ പറ്റൂ. മരിക്കുന്നവരെ അവർ നോക്കണം എന്നുള്ള ഇത് എഴുതിയിരിക്കണം. എന്നെ മരിക്കുന്നവരെ നോക്കും വേണം, മരിക്കുന്നവരെ ഇത് വിൽക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതി കൊടുത്താൽ കുഴപ്പമില്ല. അപ്പൊ അവർക്കൊരു പേടി ഉണ്ടാവും, നോക്കണം, നോക്കിയില്ലെങ്കിൽ കിട്ടില്ല. അങ്ങനെ സ്വന്തം മക്കളാണെങ്കിലും അങ്ങനെ ചെയ്യണം, ചെയ്തു വെക്കണം. ഈ കാലത്ത് ഒരാളുള്ളൂ ഞാൻ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ 2 പേർക്ക് മാറ്റം വന്നു. അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോണു. കൊടുത്താൽ പ്രശ്നം. നമ്മുടെ കയ്യിലുള്ളത് ഒരാളെ ഏൽപ്പിച്ചിട്ട് പിന്നെ എനിക്ക് പറഞ്ഞേക്കാളും നല്ലത് കയ്യിലുള്ളത് കയ്യിൽ തന്നെ വെച്ചാൽ. അതെല്ലാവരും പറയുന്നുണ്ട് എഴുതി കൊടുക്കണ്ട, അവിടെ കിടക്കട്ടെ. അങ്ങനെ എഴുതാൻ പറ്റും. ഈ ഇപ്പൊ കാലശേഷം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ എന്താന്ന് ഓർത്താ ഇപ്പൊ വേറെ ആരും ഇല്ലല്ലോ. അപ്പൊ ഞാൻ പെട്ടെന്ന് നടത്തണ വഴി ചത്തുപോയാലും അവർക്ക് അപ്പൊ അവർക്ക് എന്നെ വിശ്വാസം ഇല്ല. അപ്പൊ അത് കാരണം അങ്ങനെ അങ്ങോട്ട് കിടക്കുന്നു. അല്ല എങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ വേറെ വിൽക്കില്ല എന്നുള്ളൊരു ഇത് അവർക്ക് കിട്ടും. അതായത് നിങ്ങളിപ്പോ അവര് മരിക്കുന്നതിന് മുമ്പ് ഇത് വിറ്റിട്ട് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടി അവർക്ക് ഉണ്ടെങ്കിൽ അതില്ലാണ്ടാവും എഴുതി കഴിഞ്ഞാൽ. പിന്നെ ചെലവ് കുറഞ്ഞൊരു പരിപാടി ഉണ്ട്, മരണപത്രം എഴുതാൻ തോന്നുന്നുണ്ട്. അത് ആധാരം എഴുതാൻ കഴിഞ്ഞാൽ 100 രൂപ 200 രൂപ കൊടുത്ത് എഴുതി തരും മരണപത്രം. എന്റെ കാലശേഷം എന്റെ എല്ലാ സ്വത്തുക്കളും എന്റെ മകൾക്ക് അവകാശപ്പെട്ടതാണ് എഴുതിയിട്ട് അവരെ കയ്യിലാണ്ട് കൊടുക്കുക. അവർ കൊണ്ടുപോയി എടുത്തു വെച്ചോട്ടെ, അതൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. ശരി. ഇത് മകനാണോ? മകൻ. ഇത് എന്നെ ഓരോരുത്തരെ ഏൽപ്പിക്കണത് അങ്ങനെ കൊടുക്കാം. അങ്ങനെയൊന്നുമില്ല, പ്രാർത്ഥിച്ചാ മതി. കൊടുത്തോളൂ. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞത് എന്താന്നുള്ളത് എന്താന്ന് വെച്ചാ ഇതെന്താ വെളിച്ചെണ്ണയാ? വെളിച്ചെണ്ണ, പഞ്ചസാര, ചായപ്പൊടി, അരി. അപ്പൊ കുറച്ച് ദിവസത്തേക്ക് ഒരു സഹായം അത്രേ ഉള്ളൂ. നമുക്ക് ആരും ഇല്ല, നമ്മള് തന്നെയല്ലേ ഉള്ളൂ. പിന്നെ ഇത് എല്ലാ വീട്ടിലും കൊടുക്കണ്ടായിരുന്നു? എല്ലാ വീട്ടിലല്ല, ഇങ്ങനെ അറിയിക്കുന്ന കുറച്ച് വീടുകളിൽ ഇങ്ങനെ അറിയിക്കുന്ന ഒരു 100 വീട്. അതെ. അപ്പൊ അത് കഴിഞ്ഞാ ഇനിയുണ്ട്? ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെയാ? ഇനിയിപ്പോ മുകളിലൊക്കെ കയറി ഞങ്ങള്. ഈ വീട്ടിൽ പോയി അവന്റെ മുകളിൽ വീടുണ്ടോ? വീടുണ്ട്. അതായത് ആളുണ്ട് ഇപ്പൊ? ആളുണ്ട്. അപ്പൊ അവിടെ കൊണ്ടുപോകും. ഇതിലേ പോയാൽ മതി അല്ലേ? ഇതിലെ മേളിട്ട് വരണം. അവിടെ ഉണ്ട് ഒരു വീട്. ഇത്
പാവങ്ങളല്ലേ? ചേച്ചിക്കുള്ളതാ. പഠിക്കണ്ടല്ലോ അല്ലേ? ഇത് എന്നൊരാളെ ഏൽപ്പിച്ചതാ. പണങ്ങൾക്ക് കൊടുക്കുന്നത് ഞങ്ങൾ എല്ലാവർക്കും കൊണ്ടുപോകുക. മണ്ണുത്തി ഇല്ല ഇരിക്കണ്ട. എന്താ നിനക്ക് ജോലി? ഒരു കമ്പനിയിലെ അതിലെന്താ? ശരി പോട്ടെ. എന്താ ഇതിലെ ഇറങ്ങി പോയിട്ട് തിരിച്ചു വരണ?